ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യും. അപ്പൊ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ദ ഹോൾ ഡി എക്സ്, അതായത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് മൈനസ് വന്നാൽ പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് വരും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, ഇന്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയമാകുമ്പോൾ ആ കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തിട്ട് ആ ഫംഗ്ഷൻ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കെ പുറത്തെടുത്ത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതിയാവും. അടുത്ത് ഇന്റഗ്രൽ കെ ഡി എക്സ്, ഇനി കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ 2 ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 3 ഡി എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, കെ എക്സ്. ഓക്കെ, ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എക്സ് ആണ്. കെ എക്സ് പ്ലസ് സി, ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? പ്ലസ് സി കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതൊക്കെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 2x ദ ഹോൾ ഡി എക്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. എക്സ് സ്ക്വയർ, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 2x ഡി എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച ആദ്യത്തെ റൂൾ അനുസരിച്ച് എനിക്ക് ഇവിടെ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഫസ്റ്റ് റൂൾ അനുസരിച്ച് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 2x ഡി എക്സ് എന്ന് എനിക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. എന്താണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നായിരുന്നു അല്ലെ? ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ എന്തായിരിക്കും? എക്സ് റൈസ് ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് എന്താണ് 2xന്റെ ഇന്റഗ്രൽ? യെസ്, 2xന്റെ ഇന്റഗ്രൽ എനിക്ക് 2 വെളിയിൽ എടുത്തിട്ട് എക്സിന്റെ ഇന്റഗ്രൽ. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 1 അല്ലേ? യെസ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ 2xന്റെ ഇന്റഗ്രൽ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? പ്ലസ് സി. ദെയർഫോർ എന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സി എന്നുള്ള നമുക്കൊരു ആൻസറിലോട്ട് കിട്ടും. അപ്പൊ ഇതിൽ നിന്നുള്ള നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്റഗ്രേഷൻ പ്ലസോ മൈനസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫോർമുല എക്സ് റൈസ് ടു എന്നിന്റെ ഫോർമുല പഠിച്ചു വെച്ചേക്കുക. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എന്നാണ്. അതുപോലെ തന്നെയാണ് എക്സിന്റെ ഇന്റഗ്രൽ. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഞങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. അത് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? എക്സിന്റെ പവർ 1 ആണ്. എന്നിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ഇന്റഗ്രൽ 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് ഡി എക്സ്. എങ്ങനെയാണ്? ഇന്റഗ്രൽ 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് ഡി എക്സ്. നമുക്ക് ആദ്യം നമ്മളിപ്പോ പഠിച്ചതുപോലെ ഇന്റഗ്രൽ 3x സ്ക്വയർ ഡി എക്സ് എന്നും പ്ലസ് ഇന്റഗ്രൽ 4x ക്യൂബ് ഡി എക്സ് എന്നും നമുക്ക് ഇതിനെ മാറ്റാം. നമുക്കറിയാം 3 കോൺസ്റ്റന്റ് ആണ്. 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഇനി എളുപ്പമാണ്, പവർ 1 കൂട്ടുക ഡിവൈഡഡ് ബൈ വീണ്ടും ആ നമ്പർ അങ്ങ് എഴുതുക. അപ്പോ എക്സ് റൈസ് ടു 1 കൂട്ടുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? 4 കോൺസ്റ്റന്റ് ആണ്. പുറത്തെടുത്ത് കഴിയുമ്പോൾ പവർ 1 കൂട്ടുന്നു 4 ഡിവൈഡഡ് ബൈ 4. നമുക്ക് ആൻസർ ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ ഒരു പ്ലസ് സി കൊടുക്കണം. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി എക്സ് ക്യൂബ് പ്ലസ് ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എക്സ് റൈസ് ടു 4 പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. വളരെ
ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം, ഇന്റഗ്രൽ 1/x എന്താണ് 1/x പരീക്ഷയ്ക്ക് പലതവണയും നമുക്ക് ഇന്റഗ്രൽ 1/x ഡാഷ് എന്ന് ചോദിക്കാം. ഇതിന്റെ ആൻസർ ഡയറക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അപ്പോ ഇവിടേക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, പ്ലസ് മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇന്റഗ്രേഷന്റെ കുറച്ചും കൂടി ബാക്കി. ഇതിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വരും, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. എന്താണ് സൈൻ എക്സ് ഡി എക്സ്? ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ യെസ് മൈനസ് കോസ് എക്സ് പ്ലസ് എന്താണ് ഇന്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ്. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക, ഒരു പ്ലസ് സി. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് സൈൻ എക്സിന് ആദ്യം വെക്കുക, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം, വെക്കാനായിട്ട് പറ്റും. അതല്ല ആദ്യം മൈനസ് കോസ് എക്സ് ഇരുന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ പുസ്തകത്തിനകത്തുണ്ട്. ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലസ്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം എന്നാൽ, അതായത് നമുക്ക് നോക്കാം, ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണെന്ന് വിചാരിക്കും. കാരണം ഇതേ ഇൻറ്റു ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്റഗ്രേഷന് ആദ്യമേ നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകണ്ട. ഇന്റഗ്രേഷന് പ്രോഡക്റ്റ് റൂൾ ഉണ്ട്, പക്ഷേ അതിന് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് മാറി അത് സം ആവുമെങ്കിൽ നമുക്ക് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ഞാൻ ഇതിന് ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിക്കുമ്പോൾ ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്ത് വരും, കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് ഈ കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ത് വരും, യെസ് കൊസീക് എക്സ് കോട്ട് എക്സ് ദ ഹോൾ ഡി എക്സ് എന്ന് വരും. ഓക്കെ ആണോ? ഇത് നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് എനിക്ക് ഇന്റഗ്രേഷൻ രണ്ടിനും കൊടുക്കാമല്ലോ. യെസ്, ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് എന്ന് മാറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ ഇതിനെങ്കിലും എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? യെസ്, ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഉള്ള ഒരു ഫോർമുലയിൽ നമുക്ക് കിട്ടി. കാരണം കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ഉണ്ട്. എന്താണ് കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ? കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോട്ട് എക്സ്. കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോട്ട് എക്സ്. ഇനി എന്താണ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സിന്റെ ഇന്റഗ്രേഷൻ? യെസ്, മൈനസ് കൊസീക് എക്സ്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർമുല ചർച്ച ചെയ്തതാണ്. പ്ലസ് ഈ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കണം. അതായത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വന്നാൽ മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. അതുപോലെ ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് വന്നാലും എന്ത് തന്നെയാണ്, മൈനസ് കൊസീക് എക്സ് പ്ലസ്. ഈ ഐഡന്റിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. അത് അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ സമ്മ് പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കുട്ടിക്ക് ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലേ നമുക്ക് ഇന്റഗ്രേഷൻ അറിയാവുന്നുള്ള ഫോമിലോട്ട് എത്തുകയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നുള്ള ഒരു ചോദ്യമാണ് ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ, അതായത് ഡിനോമിനേറ്ററിൽ ഒരാളാണ്, ന്യൂമറേറ്റർ 2 പേരാണ് ഉള്ളതെങ്കിൽ നമ്മൾ പണ്ട് മുതലേ നമുക്ക് അറിയാനുള്ള കാര്യം എ പ്ലസ് ബി ബൈ സി. എനിക്ക് എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാം. കാരണം ഈ സാധനത്തിനെയാണ് നമ്മൾ തിരിച്ചിങ്ങനെ ആക്കുന്നത്, അല്ലേ? ശരിയല്ലേ? സെയിം ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ എടുത്ത് എഴുതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്കിതിൽ കോഷൻ റൂൾ ഞാനിപ്പോ ഓൾറെഡി പഠിക്കാത്തതുകൊണ്ട് കോഷൻ റൂൾ, ഇന്റഗ്രേഷന്റെ കോഷൻ റൂൾ എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പൊ നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ എനിക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ എഴുതാം, 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എന്ത് എഴുതാം, കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സംശയമുണ്ടോ? ഇല്ല. അതായത് 1 ബൈ ഡിനോമിനേറ്ററിൽ എഴുതുന്ന കോസ് സ്ക്വയർ എക്സ് ഞാൻ ന്യൂമറേറ്ററിലുള്ള 2 ആളുകൾക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ്, നമുക്കറിയാം ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. അപ്പോ 1 ബൈ
കോസ് സ്ക്വയർ എക്സ് വരുമ്പോൾ ആരാവും? യെസ്, സീക് സ്ക്വയർ എക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റികളാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. 1/cos എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സീക് എക്സ് ആണ്. അപ്പൊ 1/cos സ്ക്വയർ എക്സ് ആരാവും? സീക് സ്ക്വയർ. ഇപ്പൊ എനിക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? സീക് സ്ക്വയർ എക്സ് കൊടുക്കാം. കാരണം എനിക്ക് സീക് സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ഉണ്ട്. സീക് സ്ക്വയർ എക്സ് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കുക, അടുത്തത് മൈനസ്. ഞാൻ ഈ സൈൻ എക്സ് ബൈ താഴെയുള്ള കോസ് സ്ക്വയർ എക്സ്, ഒരു കോസ് എക്സ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, ഇൻറ്റു മുകളിൽ 1/cos എക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. മനസ്സിലായോ? അതായത് താഴെ കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, സൈൻ എക്സിന്റെ അടിയിൽ ഞാൻ ഒരു കോസ് എക്സ് കൊടുക്കും, ഇൻറ്റു 1/cos എക്സ്. ഇതെനിക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും തിരിച്ചാദ്യത്ത് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. നമുക്ക് സൈൻ എക്സ് ഇൻറ്റു 1 എന്ത് കിട്ടും? സൈൻ എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് താഴെ ആരാവും? കോസ് സ്ക്വയർ എക്സ് ആണ്. എളുപ്പമാണ്. സൈൻ എക്സ് ഇൻറ്റു 1 ചെയ്യുമ്പോൾ സൈൻ എക്സ് കിട്ടും. അതേപോലെ താഴെയുള്ള കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? കോസ് സ്ക്വയർ എക്സ് കിട്ടും. അപ്പൊ വാല്യൂസിന് അവിടെ വ്യത്യാസം വരുന്നില്ല. നമ്മൾ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ മാറ്റിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് നിങ്ങൾക്ക് അറിയാം ടാൻ എക്സ്, ടാൻ എക്സ് ഇൻറ്റു 1/cos എക്സ് നിങ്ങൾക്ക് അറിയാം സീക് എക്സ് ദ ഹോൾ ഡി എക്സ്. അതായത് ഞാൻ അറിയാവുന്ന ഒരു ഫോമിലോട്ട് മാറ്റി. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരു സ്റ്റെപ്പും കൂടെ കൂടുതൽ എഴുതുന്നു. ശരിക്കും കുറെ ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ എഴുതാം. സീക് സ്ക്വയർ എക്സ് മൈനസ് സീക് എക്സ് ടാൻ എക്സ് എന്ന് ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിരിക്കും. ഡി എക്സ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? യെസ്, സീക് സ്ക്വയർ എക്സിനും ഇന്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സീക് എക്സ് ടാൻ എക്സിനും ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഡയറക്റ്റ് ഫോർമുലയാണ്. എന്താണ് ഫോർമുല? സീക് സ്ക്വയർ എക്സിന്റെ യെസ് ടാൻ എക്സ്, സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ടാൻ എക്സ്. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്റഗ്രേഷന്റെ സിമ്പിൾ ഒന്നും ഉപയോഗിക്കണ്ട. മൈനസ് എന്താണ് സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ? യെസ്, സീക് എക്സ്. ഇന്റഗ്രേഷൻ മൊത്തം കഴിഞ്ഞാൽ ഒരു എന്ത് കൊടുക്കാം? പ്ലസ് സി കൊടുക്കണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാണ് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, ടാൻ എക്സ് പ്ലസ് സി. അതുപോലെ ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? സീക് എക്സ് പ്ലസ് സി. ഇതൊക്കെ ഐഡന്റിറ്റികളാണ്, ഇതൊക്കെ ഫോർമുലകളാണ്. നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഇനി ഇതിനകത്ത് കുറെ അധികം പ്രോബ്ലംസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന കുറെ അധികം പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇന്റഗ്രേഷന് പകരം ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലും അത് ഇന്റഗ്രേഷൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇങ്ങനെ ചോദിക്കും, ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ ആണ്. എന്താണ് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ? യെസ്, മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് ചോദിക്കാം, ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി കുറച്ച് പോളിനോമിയൽസിന്റെ ഇന്റഗ്രേഷൻ. അതായത് ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഇന്റഗ്രേഷൻ നമുക്ക് കോഷൻ റൂൾ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റൂൾ, അതായത് എ പ്ലസ് ബി ബൈ സി എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ ബൈ സി പ്ലസ് ബി ബൈ സി എന്നുള്ള ഫോമിൽ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1/x² ദ ഹോൾ ഡി എക്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെ മാറ്റാം. എങ്ങനെയാണ്? എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1/x² ഡി എക്സ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെ മാറ്റാം. പിന്നെ നമ്മൾ ഇന്റഗ്രേഷന്റെ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയറിന്റെ ഇവിടുത്തെ എക്സ് സ്ക്വയറും ഇവിടുത്തതും കൂടെ ക്യാൻസൽ ആയി പോകും. അതായത് താഴെ 2x ഉണ്ട്, മുകളിൽ 3x ഉണ്ട്. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ ഇനി മുകളിൽ ഒരു എക്സ് മാത്രം. മൈനസ് 1/x², അവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, ഡി എക്സ്. ഓക്കെ ആണോ? ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1/x² ഡി എക്സ് എന്നാവും. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സിന്റെ ഇന്റഗ്രേഷൻ എനിക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x²/2 ആണ്. കാരണം എക്സിന്റെ പവർ 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? x²/2 എന്ന് എഴുതാം. പക്ഷേ 1/x² ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇല്ല. ഇപ്പൊ ഡിനോമിനേറ്ററിൽ x² വരെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ ആക്കണം. ഡിനോമിനേറ്ററിൽ x² എന്നല്ല, x³ x⁴ എന്ത് സാധനം ഡിനോമിനേറ്ററിൽ വന്നാലും ഇവിടെ നോക്കുക, 1/a⁻m ന്യൂമറേറ്ററിലാക്കാൻ a⁻−m എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? അതൊരു നമ്മളെ പണ്ട് മുതൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്.
1/a⁻m എന്ന് പറഞ്ഞാൽ a⁻−m. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള എക്സ് സ്ക്വയറിനെ എനിക്ക് ന്യൂമറേറ്ററിലാക്കാൻ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, അവിടെ മാറ്റമൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. മൈനസ് ഇന്റഗ്രൽ x⁻²-2 dx എന്നാക്കാം. ഇപ്പൊ എന്റെ കയ്യിലുണ്ട് ഫോർമുലയുണ്ട് അല്ലെ, രണ്ടിനും ഫോർമുലയുണ്ട്. എന്താണ് ഇവിടുത്തെ ഫോർമുല? യെസ്, x⁻1 + 1 / 1 + 1 മൈനസ് x⁻2 - 2 + 1 / -2 + 1 + c. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? നമ്മൾ ഈ ചെയ്തത് ഏത് ഐഡന്റിറ്റിയാണ്, ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്? ഇന്റഗ്രൽ x⁻n dx. x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 എന്നുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ x²/2 മൈനസ് x⁻2 എന്താണ് -2 + 1 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പോൾ 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എനിക്ക് 1 എന്ന് കിട്ടും. വലുതിന്റെ ചിഹ്നം മൈനസ് അല്ലെ, വലുതിലെ 2ന്റെ ചിഹ്നം മൈനസ്. ഓക്കെ, ഡിവൈഡ് ആ നമ്പർ തന്നെയായിരിക്കും താഴെ വരുന്നത്. ദാറ്റ് ഈസ് x²/2. ഈ ഡിനോമിനേറ്ററുള്ള മൈനസ് ഇതും കൂടെ ചേർന്ന് എന്താവും? പ്ലസ് ആവും. പിന്നെ 1 ആയതുകൊണ്ട് അവിടെ എഴുതേണ്ട കാര്യമില്ല. സോറി, 1 ആയതുകൊണ്ട് അവിടെ എഴുതേണ്ട കാര്യമില്ല ഡിനോമിനേറ്റർ. സോ x⁻2 -1 എന്നാണ്. ഇനി മക്കളെ, ഇനി വേറൊരു കാര്യം, a⁻−m എനിക്ക് പ്ലസ് ആക്കാൻ, പവറിൽ മൈനസ് ആണെങ്കിൽ അതിനെ പ്ലസ് ആക്കാൻ ഡിനോമിനേറ്ററിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് x²/2 + 1/x എന്ന് എനിക്ക് ആക്കാം അല്ലേ. x⁻1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ x⁻1 ആവും. x⁻1 എനിക്ക് ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇടേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് ഇതാണ് അതിന്റെ ഒരു ആൻസർ. അപ്പൊ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സമ്മാക്കി എടുക്കാൻ പറ്റുന്നതിന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഇത്രയാണ് ഇന്റഗ്രേഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. ഇത്രയും ഒരുവിധം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇന്റഗ്രൽ √x dx കൂടെ മനസ്സിലാക്കുക. ഇന്റഗ്രൽ √x. നമുക്ക് ഒരു കാര്യം നന്നായിട്ട് നമ്മൾ പണ്ട് മുതൽ അറിയാം, √x മീൻസ് x⁻1/2. √x മീൻസ് x⁻1/2. അപ്പൊ ഇന്റഗ്രൽ √x എന്ന് ചോദിച്ചാൽ എനിക്ക് √x ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ x⁻1/2 dx എന്നാക്കും. ഇനി നമുക്ക് ഏത് ഫോർമുല കൊടുക്കാം? യെസ്, അതായത് x⁻n ഫോർമുല കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഇടണ്ട. x⁻1/2 + 1 / 1/2 + 1 + c. എന്താണ് 1/2? അര. 1 അര + 1 1/2. 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ് അല്ലെ. 1/2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയാണ്. സോ x⁻3/2 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഈ 3/2 എനിക്ക് എങ്ങനെ എഴുതാം? കറങ്ങി പോകുമ്പോഴേക്കും 2/3 × x⁻3/2 എന്നാവും. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള 3/2ന്റെ 2 കറങ്ങി മോളിൽ പോകും. അപ്പൊ 2/3 × x⁻3/2. മറക്കരുത്, ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു +c നിർബന്ധമായും ഇടുക. അപ്പൊ ഇത്രയാണ് ഇന്റഗ്രേഷന്റെ ഫസ്റ്റത്തെ ഒരു ഘട്ടം. അപ്പോ ബാക്കി കണക്കുകളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. ഇത്രയൊന്ന് ചെയ്തു നോക്കുക. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രൽ f(x) + g(x) അല്ലെങ്കിൽ -g(x) dx എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ f(x) dx. ഇന്റഗ്രൽ കൊടുത്താൽ ഉടനെ ഒരു dx കൊടുക്കണം അല്ലെങ്കിൽ dy കൊടുക്കണം. ഇവിടെ x ആയതുകൊണ്ടാണ് ഞാൻ x ഇട്ടത്. +g(x) dx. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് √x x⁻1/2 എന്നാക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് 1/x³ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവൻ എവിടെ കൊണ്ടുപോകണം? മുകളിൽ x⁻³ ആക്കിയ ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് പവർ മൈനസ് വന്നെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിലാക്കി എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്റഗ്രേഷനിൽ നമ്മൾ പഠിച്ചത്. ഇതറിയാമെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷന്റെ അങ്ങോട്ടുള്ള ആ ഒരു സെക്ഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഇത്രയൊന്ന് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക.